ടെക്സ്റ്റ് ബുക്കിലെ 92ാമത്തെ പേജ് മുതലുള്ള ടോപ്പിക്കിലാണ് നോക്കുന്നത്. ഏരിയാസ് ഓഫ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണ പരപ്പുകൾ. നമ്മൾ ത്രികോണങ്ങളുടെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ത്രികോണങ്ങളുടെ ഏരിയ കണ്ടുപിടിക്കുന്നത്? ആ ഒരു ത്രികോണത്തിന്റെ ബേസും ഹൈറ്റും അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ അറിയാമെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു സമഭുജ ത്രികോണം. ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡുകളെല്ലാം എത്ര മീറ്റർ വെച്ചാണ്? 2 മീറ്റർ വെച്ചാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ആ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ് അല്ലേ. ഹാഫ് ബി എച്ച്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് അല്ലെങ്കിൽ പാദം, എച്ചോ ഹൈറ്റ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും അറിയാമെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇതിനകത്ത് നമുക്ക് ബേസ് അറിയാം. എത്ര മീറ്റർ ആണ്? 2 മീറ്റർ ആണ്. ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ സൈഡും 2 മീറ്റർ വെച്ചാ. അപ്പോൾ ബേസ് 2 മീറ്റർ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ഹൈറ്റ് കൂടെ കണ്ടുപിടിക്കണമല്ലോ. ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഒരു ബേസിൽ നിന്ന് ഹൈറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ബേസിനെ നേർപകുതിയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഹൈറ്റ് ഡിവൈഡ് ചെയ്യുന്നത് 2 റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് അല്ലേ. അപ്പോൾ ആ റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൽ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാലോ. ഹൈപ്പോട്ടിനസ് ഏതാണ്? 2 മീറ്റർ. ബേസ് ഏതാണ്? ഇത് ടോട്ടൽ 2 മീറ്റർ ആണ്, അതുകൊണ്ട് ഈ പകുതി 1 മീറ്റർ അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടിനസ് 2 മീറ്റർ, അപ്പൊ 2ന്റെ സ്ക്വയർ മൈനസ് ബേസോ 1 മീറ്റർ, അതായത് 1ന്റെ സ്ക്വയർ. അതാണ് ഇത് ഹൈറ്റിന്റെ സ്ക്വയർ അല്ലേ, ഹൈറ്റിന്റെ സ്ക്വയർ. അപ്പോൾ 2ന്റെ സ്ക്വയർ 4 മൈനസ് 1ന്റെ സ്ക്വയർ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റിന്റെ സ്ക്വയർ അല്ലേ. 4 മൈനസ് 1 3 ആണ് എത്ര? ഹൈറ്റിന്റെ സ്ക്വയർ. അതായത് ഹൈറ്റ് എത്രയാണ്? എച്ച്, ദാറ്റ് ഈസ് ഈക്വൽ ടു √3 മീറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. അതായത് 2 മീറ്റർ സൈഡുള്ള ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ്? √3 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹാഫ് ബി എച്ച് ചെയ്താൽ മതി അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബി എത്രയാ, അല്ലെങ്കിൽ ബേസ് എത്രയാണ്? ഇതാണ് ബേസ് അല്ലേ, 2 മീറ്റർ. അപ്പോൾ ഇൻറ്റു 2 ഇൻറ്റു ഇനി ഹൈറ്റ് അത് നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ്? √3 മീറ്റർ അല്ലേ. അപ്പൊ ഇൻറ്റു √3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു √3 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? √3 മീറ്റർ സ്ക്വയർ. ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങൾ മാത്രമായിരുന്നു നമുക്ക് തന്നിട്ടുള്ളൂ. ആ വശങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? അതിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മുടെ പഴയ ഇക്വേഷൻ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ എല്ലാം പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ ജനറൽ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ഞാൻ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എ ആയിട്ട് എടുത്തു, എ യൂണിറ്റ്. അപ്പോൾ എല്ലാ സൈഡും എ യൂണിറ്റ് വെച്ചാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമുക്കറിയാം ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഡിവൈഡ് ചെയ്യുന്നത് നേർപകുതി വെച്ചാണ് അല്ലേ. നേർപകുതി വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഒരു പാർട്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ മട്ട ത്രികോണമായിരിക്കും. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാലോ. പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പോവുക. പൈതഗോറസ് തിയറം എങ്ങനെ യൂസ് ചെയ്യാം? ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ, അതാണ് എന്ത്? ഹൈറ്റിന്റെ സ്ക്വയർ അല്ലേ. ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ എത്രയാണ്? എ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടിനസ്. അപ്പോൾ ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ കിട്ടും അല്ലേ. ദെൻ മൈനസ് ബേസിന്റെ സ്ക്വയർ അല്ലെങ്കിൽ പാദത്തിന്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, ഈ ഒരു പാർട്ട്. അപ്പോൾ അതിന്റെ ബേസ് ഏതാണ്? ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളൂ, പകുതിയേ ഉള്ളൂ അല്ലേ. എയുടെ പകുതിയേ ഉള്ളൂ, അതായത് a/2. അപ്പോൾ ബേസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a/2ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റിന്റെ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തേ. അപ്പോൾ a സ്ക്വയർ മൈനസ് ദെൻ ഇതൊരു ഫ്രാക്ഷൻ ആണ് അല്ലേ. ഫ്രാക്ഷന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ന്യൂമറേറ്ററിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അതായത് a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ 4 എന്ന് വരും അല്ലേ. 4 ദാറ്റ് ഈസ് ഈക്വൽ ടു h സ്ക്വയർ എന്ന് വരും. ഇനി ഇതെങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നത്? ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം സെയിം ആക്കണം അല്ലേ. അപ്പോൾ a സ്ക്വയറിന്റെ ഛേദം എത്രയാണ്? 1 ആണ്. അതായത് ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 1 ആണ്. ആ 1 നമുക്ക് 4 ആക്കണം അല്ലേ. എന്ത് ചെയ്താൽ മതി?
4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 4a² എന്ന് വരും അല്ലെ. 4a² ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ദെൻ മൈനസ് a² ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു h² എന്ന് കിട്ടും അല്ലെ. ഇനി നോക്കിയേ, ഈ ഫ്രാക്ഷൻസ് ഒന്ന് സബ്ട്രാക്ട് ചെയ്തേ. ഡിനോമിനേറ്റർ രണ്ട് സെയിമാ, അപ്പൊ ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4a² മൈനസ് a² ഓൾ ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു h². ഇനി നോക്കിയേ, 4a² നിന്ന് a² കുറയ്ക്കുക. അപ്പൊ എന്ത് കിട്ടും? 3a² 3a² ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു h² എന്ന് കിട്ടും അല്ലെ. h² ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ h² നിന്ന് എങ്ങനെ h കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അല്ലെ. അപ്പോൾ ഇതിന്റെയും സ്ക്വയർ റൂട്ട് എടുക്കുക. അതായത് റൂട്ട് ഓഫ് 3a² ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു h എന്ന് കിട്ടും. ഇനി ഇതിന്റെ റൂട്ട് എടുക്കണം അല്ലെ. അതായത് ഓരോന്നിന്റെയും റൂട്ട് എടുക്കുക. 3യുടെ റൂട്ട് എടുക്കണം, a² റൂട്ട് എടുക്കണം, 4ന്റെയും റൂട്ട് എടുക്കണം അല്ലെ. അപ്പോൾ 3യുടെ റൂട്ട് റൂട്ട് 3, a² റൂട്ടോ a ഡിവൈഡഡ് ബൈ 4ന്റെ റൂട്ടോ 2 എന്ന് കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു h. ഇപ്പോൾ നമുക്ക് ഇവിടെ h കിട്ടി. h എത്രയാണ്? റൂട്ട് 3a ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. അതായത് ഒരു സൈഡ് a ആയിട്ടുള്ള ഒരു ഇക്വലാന്റ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് എപ്പോഴും എത്രയായിരിക്കും? റൂട്ട് 3a ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഏരിയ a ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് bh ആണ്. bh ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു b എത്രയാ? ബേസ്. അതായത് ഒരു സൈഡ് a ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അതായത് a ഇൻറ്റു h ഹൈറ്റ് അല്ലെ. ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. റൂട്ട് 3a ഡിവൈഡ് ബൈ 2 ആണ്. റൂട്ട് 3a ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ന്യൂമറേറ്റർ എല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ എല്ലാം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് 1 ഇൻറ്റു a ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു a എത്ര കിട്ടും? റൂട്ട് 3a² എന്ന് കിട്ടും അല്ലെ. റൂട്ട് 3a² ഡിവൈഡഡ് ബൈ ദെൻ ഡിനോമിനേറ്റർ ഏതൊക്കെയുണ്ട്? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട് അല്ലെ. ഇപ്പൊ 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. അതായത് സൈഡ് a ആയിട്ടുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ എത്രയാണ്? ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3a² ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് രണ്ട് കാര്യമാണ് നമ്മൾ പഠിച്ചത്. സൈഡ് a ആയിട്ടുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത് വശത്തിന്റെ പകുതിയുടെ റൂട്ട് 3 ടൈംസ് ആണ് അല്ലെ. വശം എത്രയായിട്ട് എടുത്തത്? a ആയിട്ടാണ് എടുത്തത്. അതായത് വശത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ a ഡിവൈഡ് ബൈ 2 വരും അല്ലെ. a ഡിവൈഡ് ബൈ 2 ഇൻറ്റു റൂട്ട് 3 അല്ലെ. വശത്തിന്റെ പകുതിയുടെ റൂട്ട് 3 ടൈംസ്. ഏരിയയോ? വശത്തിന്റെ പകുതിയുടെ വർഗത്തിന്റെ റൂട്ട് 3 ടൈംസ്. ശരിയല്ലേ? നോക്കിക്കേ, വശത്തിന്റെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a/2 അല്ലെ. വശത്തിന്റെ പകുതിയുടെ വർഗത്തിന്റെ എത്ര ടൈംസ്? റൂട്ട് 3 ടൈംസ് അല്ലെ. റൂട്ട് 3 ടൈംസ്. അത് തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ a/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ എഴുതുന്നേ ഉള്ളൂ. a² ഡിവൈഡ് ബൈ 2², അതായത് a² ഡിവൈഡ് ബൈ 4 എന്ന് ഇവിടെ എഴുതുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് 8 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഹൈറ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദെൻ ഏരിയയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ സൈഡ് 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞത്? വശത്തിന്റെ പകുതിയുടെ റൂട്ട് 3 ടൈംസ് അല്ലെ. അപ്പോൾ വശം 8 സെന്റിമീറ്റർ ആണ്. വശത്തിന്റെ പകുതി 8 ഡിവൈഡ് ബൈ 2 അല്ലെ. അതിന്റെ റൂട്ട് 3 ടൈംസ്. അപ്പൊ ഇൻറ്റു റൂട്ട് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 റൂട്ട് 3 എന്ന് കിട്ടും അല്ലെ. ഇതാണ് എന്ത്? 8 സെന്റിമീറ്റർ സൈഡുള്ള ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏരിയ a ദാറ്റ് ഈസ് ഈക്വൽ ടു, ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വശത്തിന്റെ പകുതിയുടെ വർഗം എടുക്കുക, അതിനെ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അതായത് വശത്തിന്റെ പകുതി 8 സെന്റിമീറ്റർ ആണ് വശം, വശത്തിന്റെ പകുതി 4 സെന്റിമീറ്റർ അല്ലെ. വശത്തിന്റെ പകുതിയുടെ വർഗം, അപ്പൊ 4ന്റെ സ്ക്വയർ ഇൻറ്റു ഇനി റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ ഇൻറ്റു റൂട്ട് 3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 റൂട്ട് 3 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ പോർഷനിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് മാത്രം അറിയാമെങ്കിൽ അതിന്റെ ഹൈറ്റും ഏരിയയും കണ്ടുപിടിക്കാൻ പഠിച്ചു അല്ലെ. ഇനി അടുത്തത്, ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ സൈഡുകളെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്.
അപ്പൊ ഇവിടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ ബേസ് 4 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ആയിട്ടുള്ള സൈഡുകളുടെ ലെങ്ത് 6 സെന്റിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. 6 സെന്റിമീറ്റർ വീതം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഹൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഈക്വൽ അല്ലാത്ത സൈഡിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് ആ ഐസോസിലസ് ട്രയാങ്കിളിനെ കൃത്യം 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 90 ഡിഗ്രി ആയിരിക്കും. ഈ പ്രത്യേകത വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാലോ. ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത് നേർപകുതിയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അതായത് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ ആണ് ഏത് ഹൈറ്റിന്റെ സ്ക്വയർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് ഏതാണ്? 6 സെന്റിമീറ്റർ അല്ലെ. അതായത് 6ന്റെ സ്ക്വയർ മൈനസ് ബേസ് അല്ലെങ്കിൽ പാദം എത്രയാണ്? പാദം ഇത് ടോട്ടൽ ലെങ്ത് ആണ് 4 സെന്റിമീറ്റർ. നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ഈ പകുതിയാണല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പകുതി എത്രയാണ്? 2 സെന്റിമീറ്റർ അല്ലെ. അതായത് 2ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ ആണ് ഹൈറ്റിന്റെ സ്ക്വയർ അല്ലെ. 6ന്റെ സ്ക്വയർ 36 മൈനസ് 2ന്റെ സ്ക്വയർ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റിന്റെ സ്ക്വയർ. അതായത് 32 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റിന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയാണ്? √32 വരും അല്ലെ. √32 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ്. √32നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ. എങ്ങനെ എഴുതാം? √16 × 2 എന്ന് എഴുതാം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ്. അതായത് √16 × √2 അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ്. ദെൻ √16 എത്രയാ? 4 അല്ലെ. അപ്പോൾ 4 × √2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് എന്ന് കിട്ടും. അല്ലെങ്കിൽ 4√2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് എന്ന് കിട്ടും. അതായത് ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമുക്ക് കിട്ടി അല്ലെ. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് BH ചെയ്താൽ മതി. ഹാഫ് BH. അപ്പോൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1/2 × ബേസ് എത്രയാണ്? 4 × ഹൈറ്റോ 4√2 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം. 4ന്റെ സ്ഥാനത്ത് 2 വരും അല്ലെ. 2 × 4 8 വരും. 8√2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 8√2 സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? 8√2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു? ഐസോസിലസ് ട്രയാങ്കിളിന്റെ സൈഡുകൾ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. ബേസ് ഹൈറ്റും അങ്ങനെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. സൈഡുകൾ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് നിന്ന് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഏരിയ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് മനസ്സിലായല്ലോ. ആദ്യം ഈ ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏരിയയുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്തത് ലാസ്റ്റത്തെ 3 സൈഡിന്റെ അളവുകൾ വ്യത്യസ്തമായിട്ടുള്ള ട്രയാങ്കിൾ. ആദ്യം നമ്മൾ ഏതായിരുന്നു പഠിച്ചത്? ഈക്വൽ ആയിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെ. രണ്ടാമതായിട്ടോ ഐസോസിലസ് ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ 2 സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. ഇനി ലാസ്റ്റ് ആയിട്ട് പഠിക്കുന്നതോ 3 സൈഡുകളും ഡിഫറെന്റ് ആണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് ഏരിയ കാണുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ഇവിടെ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നു. ഹെറോൺസ് ഫോർമുല. എന്താണ് ഹെറോൺസ് ഫോർമുല? ഒരു ട്രയാങ്കിളിന്റെ സൈഡുകൾ ABC എന്നിങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ S കണ്ടുപിടിക്കും. എന്താ S എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സൈഡുകൾ 3 കൂടെ ആഡ് ചെയ്യും, അതിന്റെ പകുതി എടുക്കും. അതാണ് S എന്ന് പറയുന്നത്. Aയും Bയും Cയും കൂടെ കൂട്ടും, അതിന്റെ പകുതി എടുക്കും. അതാണ് S. അതിനുശേഷം ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു √S × S - A × S - B × S - C ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ഈ ഫോർമുല അറിയപ്പെടുന്നതാണ് ഹെറോൺസ് ഫോർമുല. അപ്പോൾ ഈ ഹെറോൺസ് ഫോർമുല എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു √S × S - A × S - B × S - C. അപ്പോൾ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ആദ്യം എന്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞേ? S കണ്ടുപിടിക്കണം അല്ലെ. സോ S ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × A + B + C അല്ലെ. അതായത് 3 സൈഡുകൾ ഏതൊക്കെ ഇവിടെ? 7, 8, 3. അതായത് 7 + 8 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 8 എത്രയാ? 15. 15 3 18 അല്ലെ. അതായത് 1/2 × 18 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലെ. അപ്പൊ എത്ര കിട്ടും? 9 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 9.
അതായത് എസിന്റെ വാല്യൂ എത്രയായിട്ട് കിട്ടി? 9 ആയിട്ട് കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കാം. അതായത് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എത്രയാണ്? 9 അല്ലെ? 9 ഇൻറ്റു എസ് മൈനസ് എ, അതായത് 9 മൈനസ് എ എത്രയായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ആദ്യത്തെ വശം 7 അല്ലെ? 7 ദെൻ എസ് മൈനസ് ബി, അതായത് 9 മൈനസ് രണ്ടാമത്തെ വശം 8 ആയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത്. 8 ദെൻ ഇൻറ്റു എസ് മൈനസ്, വീണ്ടും എസ് മൈനസ് ആണ് സി അല്ലേ? സി എത്രയാ? അതായത് മൂന്നാമത്തെ വശം, അതായത് 3, അതിന്റെ റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ഇൻറ്റു 9 മൈനസ് 7 2 അല്ലെ? 2 ഇൻറ്റു 9 മൈനസ് 8 1 അല്ലെ? 1 ഇൻറ്റു 9 മൈനസ് 3 6 ഈക്വൽ ടു, ഇതിന്റെ റൂട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേ. 9ന്റെ റൂട്ട് നമുക്കറിയാം അല്ലെ? അപ്പോൾ നമുക്ക് 9ന് മാത്രമായിട്ട് റൂട്ട് കൊടുക്കാം. അതായത് റൂട്ട് 9 ഇൻറ്റു, ഇനി ഇതിനെല്ലാത്തിനും റൂട്ട് കൊടുക്കാം. അതായത് റൂട്ട് 2 ഇൻറ്റു 1 2 ഇൻറ്റു 6 12 അല്ലെ? 12 റൂട്ട് 9 ഇൻറ്റു 12 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി റൂട്ട് 9 എത്രയാണ്? അത് 3 ആണല്ലേ? 3 ഇൻറ്റു 12നെ നമുക്ക് വേറൊരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാലോ. 4 ഇൻറ്റു 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യത്തില്ലേ? അതായത് റൂട്ട് ഓഫ് 4 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 3 എന്ന് എഴുതാം അല്ലെ? റൂട്ട് 4 ഇൻറ്റു റൂട്ട് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? റൂട്ട് 4 നമുക്കറിയാം അല്ലെ? റൂട്ട് 4 2 ആണ്. അതായത് 3 ഇൻറ്റു 2 ഇൻറ്റു റൂട്ട് 3 അങ്ങനെ തന്നെ എഴുതത്തുള്ളൂ. അതുകൊണ്ട് റൂട്ട് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 6 അല്ലെ? 6 റൂട്ട് 3 എന്ന് നമുക്ക് കിട്ടും. സെന്റിമീറ്ററിലായിരുന്നു, അതുകൊണ്ട് 6 റൂട്ട് 3 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും അല്ലെ? ഏരിയ ആയിരുന്നു, അതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. അതായത് 3 സൈഡുകളും അറിയാവുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹെറോൺസ് ഫോർമുലയിൽ ആദ്യം എസ് കണ്ടുപിടിക്കുന്നു. എസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സൈഡുകളെല്ലാം കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ? അപ്പോൾ നമുക്ക് എസ് 9 ആയിട്ട് കിട്ടി. ഇനി ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യുന്നു. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, അത് ഉപയോഗിച്ച് നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊരു ട്രയാങ്കിളിന്റെയും 3 സൈഡുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ആണല്ലേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എ ആണെങ്കിൽ ഏരിയ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? വശത്തിന്റെ പകുതിയുടെ വർഗം എടുക്കുക, അതിനെ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? അതിനെ റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഐസോസെലസ് ട്രയാങ്കിൾ ആയിരുന്നെങ്കിലോ ആദ്യം അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം ഹാഫ് ബി എച്ച് വെച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അല്ലെ? ആദ്യം ഹൈറ്റ് കണ്ടുപിടിക്കണം, അതിനുശേഷം ഹാഫ് ബി എച്ച് വെച്ച് ഏരിയ കണ്ടുപിടിക്കാം. ഇനി 3 സൈഡുകളും വ്യത്യസ്തമാണെങ്കിലോ അത് നമ്മൾ ഹെറോൺസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഏതൊരു ട്രയാങ്കിൾ കിട്ടിയാലും 3 വശങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും.